ഹലോ, എല്ലാവർക്കും LLP ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെർച്ചന്റ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. മെർച്ചന്റ് ബാങ്കിങ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ്. ബാങ്കിങ് അതുപോലെ തന്നെ കൺസൾട്ടൻസി സർവീസസിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പബ്ലിക്കിൻ്റെ നിന്ന് പൈസ അക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആ പൈസ ഒരു പലിശയുടെ മുകളിൽ ലോണായിട്ട് കൊടുക്കുന്നു. ഇതിനൊക്കെ ഈ ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്നത്. കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ അഡ്വൈസസ് കൊടുക്കുക എന്നുള്ളതാണ്. It provides consultancy to its clients for financial, marketing, managerial and legal matters. സോ ഇവർ എന്ത് തരത്തിലുള്ള കൺസൾട്ടൻസിയാണ് ഇവരുടെ ക്ലയൻസിന് കൊടുക്കുന്നത്? ഫിനാൻഷ്യൽ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ലീഗൽ മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാലോ നമുക്ക് വിപണനം എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ മാനേജീരിയൽ എന്ന് പറഞ്ഞാൽ ഭരണനിർവഹണ ചുമതല എന്നൊക്കെ പറയാം. സോ ഈ ടോപ്പിക്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ മാറ്റേഴ്സിൻ്റെ മുകളിലാണ് ഈ മെർച്ചന്റ് ബാങ്കിങ് അവരുടെ ക്ലയൻസിനൊക്കെ അഡ്വൈസസ് അല്ലെങ്കിൽ കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യാറ്. Merchant banking is a professional service provided by the merchant banks to their customers, considering their financial needs for adequate consideration in the form of a fee. സോ ഈ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു സർവീസ് തന്നെയാണ് എന്നുള്ളത്. ആർക്കും എങ്ങനെയും അല്ലെങ്കിൽ തോന്നിയ പോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതോ അല്ലെങ്കിൽ തോന്നിയ പോലെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സർവീസ് അല്ല ഈ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അത് ഒരു പ്രൊഫഷണൽ സർവീസാണ്. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് സ്കില്ല് അക്വയർ ചെയ്തിട്ടുള്ള ആൾക്കാർ മാത്രം കൊടുക്കുന്ന ഒരു സർവീസാണ് ഈ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഫഷണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? മെർച്ചന്റ് ബാങ്ക്സ് ആണ്. സോ വെറുതെ ഇവർ ഈ കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യല്ല, അവർ ആ ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കയ്യിൽ നിന്ന്, അതായത് ആർക്കാണോ കൊടുക്കുന്നത്, സോ ആ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫീ രൂപത്തിലുള്ള കൺസിഡറേഷനും വാങ്ങുന്നുണ്ട്. സോ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത് മെർച്ചന്റ് ബാങ്ക്സ് അവരുടെ ക്ലയൻസിന് കൊടുക്കുന്ന ഒരു പ്രൊഫഷണൽ സർവീസാണ്. ഈ ഒരു സർവീസ് ഓഫർ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സർവീസ് അവർ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് ഫീസും ഇവർ വാങ്ങുന്നുണ്ട്. Merchant banks are banks that conduct fundraising, financial advising and loan services to large corporations. ഒരുപാട് കോർപ്പറേഷൻസിന് ലോൺ സർവീസസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസസ്, അതുപോലെ തന്നെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഈ മെർച്ചന്റ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മെർച്ചന്റ് ബാങ്ക്സ് എന്ന് പറയുന്നതും ഒരു ബാങ്ക് തന്നെയാണ്. അവർ ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള അഡ്വൈസസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോൺ സർവീസസും ഇവർ ഒരുപാട് കോർപ്പറേഷൻസിന് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെർച്ചന്റ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പ്രൊവൈഡ് ഫണ്ട്സ് ടു കമ്പനീസ്. മെർച്ചന്റ് ബാങ്കിങ് എന്ത് ചെയ്യും? കമ്പനീസിനൊക്കെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. ഇതിൽ സാധാരണയായിട്ട് സ്റ്റാർട്ടപ്പ് കമ്പനീസിനാണ് ലോണ് നൽകാറുള്ളത്. ഈ കമ്പനികൾ എന്ത് ചെയ്യും? ഒരു പ്രപ്പോസൽ ഈ ബാങ്കിന് മുൻപാകെ സബ്മിറ്റ് ചെയ്യും. സോ ഈ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രപ്പോസൽ വായിച്ചിട്ട് ഈ കമ്പനിക്ക് എത്ര പൈസ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ മെർച്ചന്റ് ബാങ്ക്സ് ആയിരിക്കും. അതുപോലെ തന്നെ they also help their clients in raising funds through the stock exchange and other activities. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയും അതുപോലെ തന്നെ മറ്റ് പല ആക്ടിവിറ്റീസിലൂടെയും ഈ ക്ലയൻസിന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെർച്ചന്റ് ബാങ്ക്സ് ഹെൽപ്പ് ചെയ്യും. മെർച്ചന്റ് ബാങ്ക് ആക്ട് ആസ് എ ഫൗണ്ടേഷൻ ഫോർ സ്മോൾ സ്കെയിൽ കമ്പനീസ് ഇൻ ടേംസ് ഓഫ് ദ ഫിനാൻസ്. അതുപോലെ തന്നെ മെർച്ചന്റ് ബാങ്ക് എന്തും കൂടി ചെയ്യുന്നുണ്ട്? ഈ ചെറുകിട കമ്പനീസിനൊക്കെ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ബേസ് ഉറപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് അണ്ടർ റൈറ്റിംഗ്. This is like insurance where banks sign into documents that agrees to provide financial payment to their clients in case of any damage or loss.
അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അതായത് ബാങ്ക് ഇവിടെ അവരുടെ ക്ലയൻറ്റുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യാണ്. അതായത് ഈ ക്ലയൻസ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡാമേജോ അല്ലെങ്കിൽ ലോസോ നഷ്ടങ്ങളോ ഒക്കെ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, അവർക്ക് ഫിനാൻഷ്യൽ പേയ്മെന്റ് കൊടുത്തോളാം അല്ലെങ്കിൽ അവർക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തോളാം എന്ന് എഗ്രി ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. This is very important for clients to ensure that the bank will help them gain more income. അതായത് ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഇനി അഥവാ അവർ ലോസിലോട്ട് കൂപ്പ് കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ മെർച്ചന്റ് ബാങ്ക്സ് എന്ത് ചെയ്യും, അവർക്ക് പൈസ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ കൂടുതൽ ഇൻകം ഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. In case they would incur losses, the bank will pay them for the loss. ഈ കമ്പനീസ് അല്ലെങ്കിൽ ക്ലയൻസിന് ലോസ് വരുന്ന സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും, അവരനുഭവിച്ച ആ നഷ്ടത്തിന്റെ മുകളിൽ പേയ്മെന്റ് നടത്തും. അടുത്തതായിട്ട് മാനേജ് ദെയർ പോർട്ട്ഫോളിയോസ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, എ കളക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ബോണ്ട്, ഷെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. The bank will look into the company's assets and will do the computation of their credits and debits to ensure they are not incurring any losses. ഈ മെർച്ചന്റ് ബാങ്ക്സ് എന്ത് ചെയ്യും, കമ്പനിയുടെ അസറ്റ്സിന്റെ മുകളിലൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ നടത്തും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ കമ്പനിയുടെ ക്രെഡിറ്റിനെ കുറിച്ചിട്ടും ഡെബിറ്റിനെ കുറിച്ചിട്ടും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് അവർ ഉറപ്പ് വരുത്തും, അതായത് കമ്പനി നഷ്ടത്തിലൊന്നും അല്ലല്ലോ പോകുന്നത് എന്നുള്ളത്. They also provide other kinds of services to check on the liquidation of assets to track the income. അതുപോലെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സർവീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കമ്പനി അവരുടെ അസറ്റ്സ് ഒക്കെ ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഇൻകം ആണ് കമ്പനി നേടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ നോക്കും. അതായത് അസറ്റ്സ് ലിക്വിഡേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ക്യാഷ് രൂപത്തിലല്ലാത്ത അസറ്റ്സിനെ നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിന് ഈക്വലൻ്റ് ആയിട്ടുള്ള രൂപത്തിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ലിക്വിഡേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ അസറ്റ്സിനെ ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഇൻകം ആണ് ഈ കമ്പനിയിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ളതും ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ they study how they can make it improve. ഇപ്പോൾ ഉള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ബെറ്റർ ആക്കാം അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതും കൂടി ഇവർ നോക്കിയിട്ട് കമ്പനീസിന് പറഞ്ഞു കൊടുക്കും. അടുത്തതായിട്ട് ഓഫറിംഗ് കോർപ്പറേറ്റ് അഡ്വൈസറി. They offer advices especially to starting companies and those that would want to expand. രണ്ട് രീതിയിലുള്ള കമ്പനീസിനാണ് ഇവർ മെയിൻ ആയിട്ട് അഡ്വൈസസ്, അതായത് ഈ മെർച്ചന്റ് ബാങ്കിങ് അഡ്വൈസസ് കൊടുക്കാറ്. ഒന്നെന്ന് പറഞ്ഞത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനീസിന്, രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ ഈ കമ്പനീനെ എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതല്ലെങ്കിൽ കമ്പനിയിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഈ രണ്ട് കമ്പനീസിനാണ് ഇവർ മെയിൻ ആയിട്ട് അഡ്വൈസസ്, അതായത് ഉപദേശം കൊടുക്കാറ്. ആൻഡ് മോർ ഓവർ ഉപദേശം അല്ലെങ്കിൽ അഡ്വൈസസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വായിലൂടെ പറയുന്ന ആ വാക്കുകൾ മാത്രമല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ടും ഈ കമ്പനീസിന് കൊടുക്കുന്നുണ്ട്. അതായത് കമ്പനി നല്ലൊരു സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭാവിയിൽ അവർ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യാണ്ടിരിക്കാനും വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ അഡ്വൈസസിന്റെ കൂടെ ഫിനാൻഷ്യൽ സപ്പോർട്ടും കൂടിയും കൊടുക്കുന്നുണ്ട്. അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാനേജിങ് കോർപ്പറേറ്റ് ഇഷ്യൂസ്. They help incorporate securities management. They also serve as an intermediary bank in transferring capitals. കമ്പനിയുടെ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും ആയിട്ടുള്ള അസറ്റ്സ് ഒക്കെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഈ കമ്പനീസ് അവരുടെ ഫണ്ടോ അല്ലെങ്കിൽ ക്യാപിറ്റലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യാനും ഈ മെർച്ചന്റ് ബാങ്കിങ് ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഈ മെർച്ചന്റ് ബാങ്കിങ് കമ്പനിയുടെ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഒക്കെ അല്ലെങ്കിൽ അസറ്റ്സ് ഒക്കെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫേം അവരുടെ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മിഡിൽ മാൻ ആയിട്ട് നിൽക്കും ചെയ്യുന്നുണ്ട്.
ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മെർച്ചന്റ് ബാങ്കിങ് ആണ്. ആദ്യമായിട്ട് പ്രൊജക്ട് കൗൺസിലിംഗ്. പ്രൊജക്ട് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർ പ്രൊജക്ട് റിപ്പോർട്ട്സ് ഈ ക്ലയൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ അവർ ഏത് ഫിനാൻഷ്യൽ പാറ്റേൺ ആയിരിക്കും ഈ ക്ലയൻസ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ മുകളിൽ തീരുമാനമെടുക്കും. ആൻഡ് അതുപോലെ തന്നെ ആ പ്രൊജക്റ്റ് എത്രത്തോളം ക്ലിക്കാവും, അതല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് ഗ്രോ ചെയ്യാൻ എത്രത്തോളം ചാൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ മുകളിലൊക്കെ അഡ്വൈസസ് ഇവർ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതും ഇവർ പറഞ്ഞു കൊടുക്കും. സോ പ്രൊജക്ട് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്ലയൻസിന് വേണ്ടി അവർ പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കും, പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഏത് ഫിനാൻഷ്യൽ പാറ്റേൺ ആണ് ഈ ക്ലയൻസ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവർ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് എത്രത്തോളം ക്ലിക്കാവും അല്ലെങ്കിൽ എത്രത്തോളം ഗ്രോത്ത് ഈ പ്രൊജക്റ്റിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ മുകളിൽ ഇവർ അഡ്വൈസസ് കൊടുക്കും. ആൻഡ് ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതും എന്നും ഇവർ പറഞ്ഞു കൊടുക്കും. രണ്ടാമതായിട്ട് ഇഷ്യൂ മാനേജ്മെൻറ്റ്. ഈ പേര് പോലെ തന്നെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിവെഞ്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഇഷ്യൂ മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്നത്. They act as a partner to high net worth client by issuing shares and debentures to general public. ഈ മെർച്ചന്റ് ബാങ്ക്സ് എന്ത് ചെയ്യും? അവരുടെ ക്ലയൻറ്റിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഈ ക്ലയൻസിൻ്റെ, അതായത് ഈ കമ്പനീസിൻ്റെ ഷെയർസും ഡിബെഞ്ചേഴ്സും ഒക്കെ ജനറൽ പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യും. സോ ഇഷ്യൂ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ മെർച്ചന്റ് ബാങ്ക്സ് ഈ ക്ലയൻസിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ആ കമ്പനീസിൻ്റെ അതല്ലെങ്കിൽ ആ ക്ലയൻസിൻ്റെ ഷെയർസും ഡിബെഞ്ചേഴ്സും ഒക്കെ ജനറൽ പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യും. അടുത്തതായിട്ട് അണ്ടർ റൈറ്റിംഗ് സർവീസസ്. One of the major services of a merchant banking is underwriting services. Underwriting is a guarantee given to the client stating that if the subscription is below a specified level, they will subscribe to the set amount. അണ്ടർ റൈറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതൊരു ഇൻഷുറൻസ് പോലെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ അണ്ടർ റൈറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. അതായത് ഈ മെർച്ചന്റ് ബാങ്കിങ് ഈ ക്ലയൻറ്റുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. അതായത് കമ്പനിയുടെ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ലെവലിന് താഴെയാണ് വരുന്നതെങ്കിൽ ആ എത്ര ആണ് അവർക്ക് ഷോർട്ട് വന്നിട്ടുള്ളത് അത്രയും എമൗണ്ട് ഈ ബാങ്ക് സബ്സ്ക്രൈബ് ചെയ്തോളും എന്നുള്ളത്. അതായത് ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി മുന്നോട്ട് പോകുന്നത് അവരുടെ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിനനുസരിച്ചിട്ടാവുമല്ലോ. സോ കമ്പനി വിചാരിച്ചത്ര അവരുടെ ഷെയർ പുറത്തുനിന്ന് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ഷെയറിനാണ് അവിടെ ഷോർട്ടേജ് വന്നിട്ടുള്ളത്, അതല്ലെങ്കിൽ എത്ര എമൗണ്ടിനാണ് അവിടെ ഷോർട്ടേജ് വന്നിട്ടുള്ളത്, ആ എമൗണ്ട് ഈ ബാങ്ക് സബ്സ്ക്രൈബ് ചെയ്തോളും എന്നാണ് ഇവിടെ പറയുന്നത്. നാലാമതായിട്ട് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ആസ് മെൻഷൻ ഏർലിയർ, ദിസ് ബാങ്ക് ഇൻവെസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓൺ ബിഹാഫ് ഓഫ് ക്ലയൻറ്റ്സ് ആൻഡ് ദെൻ മാനേജ് ദ ഹോൾ ഇൻവെസ്റ്റ്മെന്റ് ആസ് വെൽ. ഈ നമ്മൾ നേരത്തെ എന്താണ് പോർട്ട്ഫോളിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മെർച്ചന്റ് ബാങ്ക്സ് എന്ത് ചെയ്യും? നമ്മുടെ ഈ ക്ലയൻറ്റിൻ്റെ ബിഹാഫിൽ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവർ പല സ്ഥലത്ത് പോയിട്ട് ഈ ക്ലയൻറ്റിൻ്റെ ബിഹാഫിൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ മൊത്തം ഈ ബാങ്ക് മാനേജ് ചെയ്യും. അഞ്ചാമതായിട്ട് ലോൺ സിൻഡിക്കേഷൻ. Syndication of loan in simple term means bankers provide term loans to projects that need the money. അതായത് പൈസ ആവശ്യമായിട്ടുള്ള പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് ഈ ബാങ്കേഴ്സ് എന്ത് ചെയ്യും? ലോൺ, അതായത് വായ്പ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് ലോൺ സിൻഡിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മെയിനായിട്ട് 5 ഫങ്ഷൻസ് ആണ് ഇവർ പ്ലേ ചെയ്യുന്നത്. പ്രൊജക്ട് കൗൺസിലിംഗ്, ഇഷ്യൂ മാനേജ്മെന്റ്, അണ്ടർ റൈറ്റിംഗ് സർവീസസ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ലോൺ സിൻഡിക്കേഷൻ. ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ബിഹാഫിൽ അല്ലെങ്കിൽ അവരുടെ ക്ലയൻറ്റിൻ്റെ ബിഹാഫിൽ ഈ ബാങ്ക് എന്ത് ചെയ്യും? പല പല സ്ഥലങ്ങളിലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തും. എന്നിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റിനെ മാത്രമല്ല ആ ക്ലയൻറ്റിനെ അല്ലെങ്കിൽ ആ കമ്പനി അല്ലെങ്കിൽ ആ ഫേമിനെ ഇവർ മൊത്തമായിട്ട് മാനേജ് ചെയ്യും.
ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മെർച്ചന്റ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.